ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും ഏറ്റവും എളുപ്പത്തിലേക്ക് ഉപഭോഗ ബണ്ടിൽ തയ്യാറാക്കാന്നുള്ളത്. ഓക്കെ, നമ്മൾ ഈ കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കൺസ്യൂമർ ഉപയോഗിക്കാൻ പറ്റുന്ന ലെവലിലെ സാധനങ്ങളുടെ അളവ് മാത്രം. നമുക്കറിയാം രണ്ട് സാധനങ്ങൾ കാണിക്കുക, ഒന്ന് നമുക്ക് അറിയുന്ന പോലെ X1 മറ്റൊന്ന് കാണിക്കുക X2 ആണ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഗുഡ് 1 ഗുഡ് 2 എന്ന് പറയുന്ന രീതി എങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ നമ്മളോട് പറയുന്ന ക്വസ്റ്റ്യൻ എന്താ, ഒരു സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻ ആണിത്. താഴെ തന്നിരിക്കുന്ന നിങ്ങൾ കണ്ടതായിരിക്കും, അല്ലെങ്കിൽ പ്രിപ്പയർ എ കൺസംഷൻ ബണ്ടിൽ ഫോർ ദ ഫോളോവിങ് ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ചുവടെ തന്നിരിക്കുന്ന ബജറ്റ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഉപഭോഗ ബണ്ടിലുകൾ തയ്യാറാക്കാൻ പറഞ്ഞത്. അപ്പോൾ ബജറ്റ് ലൈൻ ഇവിടെ തന്നിട്ടുണ്ട്, എന്താണ് 10x1 + 20x2 = 100 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതായത് 10x1 20 എന്ത് ചെയ്യാൻ പറ്റും, X2 എന്നല്ല പറഞ്ഞതിനർത്ഥം 10 രൂപയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നതിൻ്റെ നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കുകയാണ് എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഇക്വേഷൻ ഡീകോഡ് ചെയ്യണം ഇങ്ങനെ വരിക. ഈ പറഞ്ഞിരിക്കുന്ന പ്രൈസ് എന്നാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഇക്വേഷൻ എന്താ ഇങ്ങനെ വരിക, P1x1 + P2x2 = M എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇതിൽ നമുക്ക് അറിയുന്ന മൂന്ന് ആൾക്കാരുണ്ട്, ഒന്ന് P1, മറ്റൊന്ന് P2, പിന്നെ M. ഇവർ മൂന്ന് പേരെ നമുക്ക് ആ സ്ഥാനത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ തെറ്റിദ്ധരിക്കരുത്, 10x1 വാങ്ങാൻ പറ്റുമെന്നും 20x2 വാങ്ങാൻ പറ്റുമെന്നും എന്നതിനർത്ഥം ആ പ്രൈസ് ആയിരിക്കും അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഓരോ ഗുഡിൻ്റെ വെച്ചിട്ട് എഴുതി വെക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഗുഡ് 1ൻ്റെ, ഞാൻ ആദ്യം ആ സമവാക്യം ഇവിടെ എഴുതി കേട്ടോ. എന്താ പറഞ്ഞത്, 10x1 + 20x2 = M എന്നാണ് നമുക്കുള്ളത്. M എത്രയാണ്, 100 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കൺസംഷൻ ബണ്ടിൽ തയ്യാറാക്കാൻ നോക്കണേ. അപ്പോൾ നോക്കിക്കോളൂ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഈ ഗുഡ് 1 കണ്ടുപിടിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാണ് വേണ്ടത്. അതെന്തിനാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. M/P1 ആണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ എത്ര വരിക, M എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉത്തരം എത്രയാണ് വരിക, 100/P1 എത്രയാണ്, P1 നമുക്ക് വേണം അല്ലേ 10, 100/10 എന്ന് തരും. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്, 10 യൂണിറ്റ്. അപ്പോൾ മാക്സിമം 10 യൂണിറ്റാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഗുഡ് വാങ്ങാൻ പറ്റുക. ഇതിൻ്റെ അർത്ഥം എന്താണ് സൂചിപ്പിക്കുന്നത്, വേറെ ഒന്നുമല്ല, മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം നമുക്ക് 10 യൂണിറ്റ്സ്, മാക്സിമം 10 യൂണിറ്റ്സ് ക്യാൻ ബൈ എന്ന് പറയുന്നത് നമ്മൾ ഒന്നും വാങ്ങാതെ, ഗുഡ് 2 ഒന്നും വാങ്ങാതെ നമ്മൾ ഗുഡ് 1 മാത്രം വാങ്ങുകയാണെങ്കിൽ നമുക്ക് എത്ര വാങ്ങാൻ പറ്റും, 10 എണ്ണമാണ് വാങ്ങാൻ പറ്റുന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി ഗുഡ് 2ൻ്റെ കേസിൽ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റല്ല കാണേണ്ടത്, അവിടെ നമ്മൾ കാണേണ്ടത് വേർട്ടിക്കൽ ഇൻ്റർസെപ്റ്റാണ് കാണേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ എന്താ, M/P2. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. M/P2 എന്ന് പറയുമ്പോൾ എത്ര വരിക, M എന്ന് പറയുമ്പോൾ 100 തന്നെ, P2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 ആണ്. 100/20 പറയുമ്പോൾ 5 യൂണിറ്റ് എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് സൂചിപ്പിക്കുന്നത്, വേറെ ഒന്നുമല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം 20 യൂണിറ്റ്സ് എന്നല്ല പറഞ്ഞാൽ മാക്സിമം 5 യൂണിറ്റ്സ്. എത്ര യൂണിറ്റ് വാങ്ങാൻ പറ്റും, മാക്സിമം 5 യൂണിറ്റ്സ് ക്യാൻ ബൈ. ഓക്കെ, മാക്സിമം നമ്മൾ വാങ്ങാൻ പറ്റുന്ന 5 യൂണിറ്റ് ആയിരിക്കും. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസംഷൻ ബണ്ടിൽ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതേണ്ട കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ ഒന്നും വാങ്ങുന്നില്ല. ഓക്കെ, ഒന്നും വാങ്ങുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ വരിക, 0,0 എന്ന് എഴുതാം, 0,0 എന്ന് എഴുതാം അല്ലേ. ഇനി നിങ്ങൾ ആലോചിക്കുക, ഒരു യൂണിറ്റ് എന്ത് ചെയ്യുന്നു, കൺസ്യൂമർ ഒന്നാമത്തെ ഗുഡ് വാങ്ങി. അപ്പോൾ എത്ര ഉണ്ടാവുക, ഒരു യൂണിറ്റ് വാങ്ങാം, 1,0 നമുക്ക് എഴുതാം. അതേപോലെ 2,0 എന്ന് എഴുതാം, 3,0 എന്ന് എഴുതാം, 4,0 എന്ന് എഴുതാം, 4,0. ഓക്കെ, അങ്ങനെയാണല്ലോ നമ്മൾ ഇത്രയും എഴുതി വെക്കുന്നു. 4,0 എന്ന് എഴുതാം, 5,0 എന്ന് എഴുതാം. ഇത് നമുക്ക് മാക്സിമം വാങ്ങാൻ പറ്റുന്നത് 5 എണ്ണമാണോ, അല്ല 10 എണ്ണം വരെ പോലെ. അപ്പോൾ എത്ര എഴുതാം, 6,0 എന്ന് എഴുതാം, 7,0 എന്ന് എഴുതാം, അതേപോലെ 8,0 എന്ന് എഴുതാം, 9,0 എന്ന് എഴുതാം, 10,0 എന്ന് എഴുതാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യമേ ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം എന്താണ്, 10 യൂണിറ്റ് മാക്സിമം വാങ്ങാം. എന്ത് വാങ്ങുന്നില്ലെങ്കിൽ ഗുഡ് 2 നമ്മളൊന്നും വാങ്ങുന്നില്ല. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഗുഡ് 2ൻ്റെ സ്ഥാനത്ത് എല്ലാത്തിലും 0 ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇനി ഇതേപോലെ കൺസ്യൂമർ എന്താ ചെയ്യുന്നത്, ഈ പറഞ്ഞ ഗുഡ് 2 വാങ്ങുന്ന കേസാണ് നോക്കോട്ടോ. എന്താ നമുക്ക് പറയാം, 0, 1. ഈ 0 എഴുതാത്ത കാരണം എന്താ, ഒരു വട്ടമല്ല ഒന്നും വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 0 ഓൾറെഡി എഴുതി. അപ്പോൾ 0,1 എഴുതാം, അതേപോലെ എന്ത് ചെയ്യാം, 0,2 എഴുതാം, 0,3 എഴുതാം, അതേപോലെ 0,4 എഴുതാം, ആൻഡ് 0,5 എഴുതാം. ഇത്രയും എഴുതാം അല്ലേ അവിടെ. അപ്പോൾ നിങ്ങൾ നോക്കി, ഇപ്പോൾ തന്നെ നമുക്ക് എത്ര ബണ്ടിലായി, നമുക്ക് മൊത്തം ഒരു 16 ബണ്ടിൽസ് നമ്മൾ എഴുതി കഴിഞ്ഞു. മാക്സിമം നിങ്ങളോട് ഇത്ര ബണ്ടിലൊക്കെ എഴുതാൻ പാടുള്ളൂ. നിങ്ങൾ ആദ്യമേ ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു, സിമ്പിളാണ് സംഗതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ബണ്ടിൽ കൂടി എഴുതിയേക്കാം. ഓക്കെ, നോക്കിക്കൊണ്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു യൂണിറ്റ് ഒന്നാമത്തെ ഗുഡ് വാങ്ങിയാൽ 10 രൂപ ചിലവായി. ബാക്കി എത്ര രൂപ ഉണ്ട്, 90 രൂപ ഉണ്ടല്ലേ. ആ 90 രൂപ മൊത്തം നമ്മൾ ചിലവഴിച്ചാൽ പോലും നമുക്ക് 80 രൂപക്കുള്ള സാധനം വാങ്ങണേ. അതായത് 4 യൂണിറ്റ് മാക്സിമം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ 20 രൂപയുടെ സാധനം വാങ്ങാം. എന്ന് വെച്ചാൽ എന്താണ്, ഒരു യൂണിറ്റ് 10 രൂപയുടേതും പ്ലസ് എന്താ ചെയ്യുന്നത്,
4 യൂണിറ്റ് 20 രൂപയുടെ മൊത്തം എത്ര രൂപ വരും നോക്കി 10 + 80 കൂട്ടുമ്പോൾ നമുക്ക് 90 രൂപ എന്നാണ് അവിടെ ചിലവാകുന്നത്. ബാലൻസ് എത്ര ഉണ്ടാവും 10 രൂപ നമ്മുടെ കൈവശം വരും. അപ്പോൾ 1,4 എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് നമുക്ക് വാങ്ങാം. അതേപോലെ ഇനിയിപ്പോൾ 1,3 വാങ്ങിക്കൂടെ വാങ്ങാം. ഇനി അതേപോലെ എന്ത് ചെയ്യാം 1ൻ്റെ താഴത്തേക്കുള്ള 3, 4ൻ്റെ താഴത്തേക്കുള്ള 3, 3ൻ്റെ താഴത്തേക്കുള്ള 2, അതേപോലെ തന്നെ 1,1 വാങ്ങാം. 1,0 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ആ സംഖ്യ വീണ്ടും എഴുതുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചെയ്ത കാര്യം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക 2 ആണ് വാങ്ങിയെന്ന് വിചാരിക്കുക, 2 യൂണിറ്റാണ് വാങ്ങിയെന്ന് വിചാരിക്കുക. 2 യൂണിറ്റ് എക്സ് ആണ് വാങ്ങി, 2 യൂണിറ്റാണ് ഒന്നാമത്തെ വുഡ് വാങ്ങിക്ക് 2 × 10 അപ്പോൾ എത്ര രൂപ 20 രൂപ അല്ലേ. ബാക്കി എത്ര ഉണ്ട് 80 രൂപ ഉണ്ട്. അപ്പോഴും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം 4 വാങ്ങാൻ പറ്റും. അപ്പോൾ 4 × 20 അപ്പോൾ എത്ര രൂപ 100 മൊത്തം വരും അല്ലേ. 2 × 10 20, 4 × 20 80 വരും. മൊത്തം 100 രൂപ നമ്മളവിടെ ചിലവാക്കി കഴിഞ്ഞു എന്നർത്ഥം. മാക്സിമം നമുക്ക് 100 രൂപ ചിലവായിക്കൂടെ പറ്റും. അപ്പോൾ നമുക്ക് എഴുതാം 2,4 പിന്നെ എന്ത് എഴുതാം 2,3 പിന്നെ 2,2 പിന്നെ 2,1 എഴുതാം. പിന്നെ 2,0 എഴുതുന്നില്ല, കാരണം എന്താണ് അത് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഇനി അടുത്ത കൺസെപ്ഷൻ വേണ്ടിയിട്ട് നമുക്ക് എഴുതി നോക്കണം. ഇനി 3 ഞാൻ വാങ്ങുന്നത് വിചാരിച്ചു നോക്കാം. 3 വാങ്ങാമെന്ന് വിചാരിക്കുക. 3 വാങ്ങി 3 എക്സ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഒന്നാമത്തെ വുഡ് വാങ്ങിക്കഴിഞ്ഞാൽ 3 × 10 എത്ര രൂപ ചിലവായി 30 രൂപ ചിലവായി. ഇനി അടുത്ത് വരുന്നത് എത്രയാണ് ബാക്കി എൻ്റെ കയ്യിലുണ്ടായ 70 രൂപയാണ്. അതിൽ മാക്സിമം എനിക്ക് വാങ്ങാൻ പറ്റുക 3 വാങ്ങിക്കഴിഞ്ഞാൽ 20 രൂപയുടെ വാങ്ങിക്കഴിഞ്ഞാൽ 60 മൊത്തം 30ഉം 60 എത്രയും 90 രൂപ എനിക്ക് അവിടെ ചിലവാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം ബണ്ടിൽ എഴുതാം. അപ്പോൾ 3,3, 3,2, 3,1, 3,0 നമ്മൾ എഴുതേണ്ട കാരണം എന്താണ് ഓൾറെഡി അത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ബണ്ടിൽ നമുക്ക് 4 വെച്ച് വാങ്ങി വെക്കാം. ഓക്കെ, അപ്പോൾ 4 ഞാൻ മാക്സിമം വാങ്ങണേ എന്താ വരിക 4 × 10 40 രൂപയാണ്. പ്ലസ് ബാക്കി ഇനി എത്ര ഉണ്ടാവും 60 രൂപ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും 3 വാങ്ങാൻ പറ്റും. അപ്പോൾ 3 × 20 അപ്പോൾ എത്ര വരുന്നു മൊത്തം നമുക്ക് വരുന്നത് 100 തന്നെ അവിടെ ചിലവാകുന്നുണ്ട് അല്ലേ. ഇനി നോക്കിക്കൊള്ളണം. അപ്പോൾ 4, മാക്സിമം 3 പിന്നെ 4,2 പിന്നെ 4,1 ഇനി എഴുതാൻ പറ്റും 4,0 എഴുതാൻ പറ്റുമോ ഇല്ല, നമ്മൾ ഓൾറെഡി എഴുതിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഓരോന്നിൻ്റെ ലെവൽ വെച്ച് നമുക്ക് എഴുതിപ്പോൾ എത്ര കൺസെപ്റ്റ് വേണ്ടി വേണമെങ്കിൽ നമുക്ക് എഴുതട്ടോ. ഇതാണ് മക്കളെ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ്. നിങ്ങൾ ആദ്യത്തെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കുക, പിന്നെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കുക. വെറുതെ കുറേ നമ്മൾ ആലോചിച്ചിരുന്ന് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു നമ്പർ എഴുതുക, എന്നിട്ട് പിന്നെ അതിൻ്റെ താഴത്തേക്കുള്ള നമ്പർ എഴുതുക, അല്ലെങ്കിൽ ആ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ഒരു കൺസെപ്റ്റ് വേണ്ടി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ കണ്ട് എത്ര കഴിയുന്ന എത്ര ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാക്സിമം നിങ്ങൾ എഴുതുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യുക ഒരു 8+ സംതിങ് എത്രയെങ്കിലും എഴുതിയേക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ അനുസരിച്ചാണ് സാധാരണ 8 അതിൻ്റെ മുകളിലേക്ക് എഴുതി കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു പുതിയ ചോദ്യമായിട്ട് കാണാം. ഓൾ ദി ബെസ്റ്റ്.